എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഒന്ന് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരും. അതിൻ്റെ കൂടെ ചോദിക്കുന്ന കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ യു ചൂസ് ദിസ് ഇൻഡസ്ട്രി ഓർ കോഴ്സ് എന്ന് പറയും. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കീ പോയിന്റ് എന്താണെന്നറിയോ? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഹായ്, നമസ്കാരം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സൊക്കെ പഠിച്ചു. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോകുമ്പോൾ പല ആളുകൾക്കും ടെൻഷനാണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മുടെ ഇൻ്റർവ്യൂവിൽ ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ഒക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ടെൻഷൻ കൂടും, സ്ട്രെസ് കൂടും. എന്നാൽ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒന്ന് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരും. അതിൻ്റെ കൂടെ ചോദിക്കുന്ന കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ യു ചൂസ് ദിസ് ഇൻഡസ്ട്രി ഓർ കോഴ്സ് എന്ന് പറയും. അതായത് നമ്മൾ എന്തിനാണ് ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നൊരു എക്സാമ്പിൾ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ചു പോയ ഒരാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ കോഴ്സ് പഠിച്ചു പോയ ഒരു വ്യക്തിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകുന്നതെങ്കിൽ അവർക്ക് എങ്ങനെ പറയാം എന്നുള്ളൊരു സിമ്പിൾ പ്ലാറ്റ്ഫോം. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ഭാഷയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ എപ്പോൾ നോക്കുമ്പോഴും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കീ പോയിന്റ് എന്താണെന്നറിയോ? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മൾ എടുക്കുക. ഈ ഒരു പാർട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രക്ചറോട് കൂടി പറഞ്ഞാൽ ഒന്ന് അട്രാക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് പാസ്റ്റ്, എന്താണ് പ്രസന്റ്, എന്താണ് ഫ്യൂച്ചർ? ഞാൻ പറഞ്ഞ അതുപോലെ നിങ്ങൾ പറയണമെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ കോഴ്സിനനുസരിച്ച് നിങ്ങൾക്കത് മാറ്റിയെടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ പഠിച്ചത് ഓൾറെഡി ഒരു നഴ്സിംഗ് എക്സ്പീരിയൻസ് എന്ന് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ പേരൊക്കെ പറഞ്ഞു, അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ ദീപക്, ഞാൻ പഠിച്ചത് BSc നഴ്സിംഗ് ആണ്. ഞാൻ ഹോസ്പിറ്റലിൽ 5.5 വർഷത്തോളം ഞാൻ ജോലി ചെയ്തൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോഴും ഒരു ക്യൂരിയോസിറ്റി അവിടെ ഉണ്ട്, എന്തിനാണ് ദീപക് നഴ്സിംഗിൽ നിന്നും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറിയെന്നുള്ളത്. ഞാൻ എൻ്റെ സിമ്പിൾ ആൻസർ പറഞ്ഞുതരാം. ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പാസ്റ്റാണ് പറയുന്നത്, ആ സമയത്ത് ഞാൻ വളരെ അത്ഭുതപ്പെട്ടൊരു കാര്യമാണ്, ഒരുപാട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവരുടെ സ്കില്ല് വെച്ചുകൊണ്ട്, ആ മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ വെച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു കെയർ ആ ഹോസ്പിറ്റലിലേക്ക് എൻഷുർ ചെയ്യുന്ന ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ടീമാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പണ്ട് മുതലേയുള്ള ആഗ്രഹമാണ്, ഞാൻ ചിന്തിക്കുന്നു എനിക്ക് നല്ല സ്കില്ലൊക്കെ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് നല്ലൊരു ലീഡർഷിപ്പ് ഗ്രോത്തിലേക്ക് എന്ത് ചെയ്യണം, എത്തണം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ കൂടെ നല്ലൊരു ലീഡറായിട്ട് എനിക്ക് മാറണം. അപ്പോൾ ആ ലീഡർഷിപ്പ് സ്കില്ല്, ആ ഒരു അഡ്മിനിസ്ട്രേഷൻ സ്കില്ലൊക്കെ എനിക്ക് വളർത്തിയെടുക്കാൻ എനിക്ക് ഏറ്റവും നല്ലത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു കോഴ്സാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്ത് ചെയ്തു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കോഴ്സ് പൂർത്തിയാക്കി. സോ പ്രസൻറ്റ് പറഞ്ഞു. ഫ്യൂച്ചറിൽ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിലെ ഒരു മാനേജ്മെൻറ്റിൻ്റെ കൂടെ നിന്നുകൊണ്ട്, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ പാർട്ടിൽ നിന്നുകൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് എൻ്റെ കരിയർ പടുത്തുയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു HR നിങ്ങളുടെ വിഷൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ നാളത്തെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ച് അവർ ഇംപ്രസ്ഡ് ആവുകയാണ്. ഇതാണ് ഒരു ഹെൽത്ത് കെയർ കോഴ്സ് പഠിച്ച ഒരാൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് പ്രകാരം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്, ഇനി നിങ്ങളുടേതായുള്ള ഭാഷയിലേക്ക് നിങ്ങളൊന്ന് മാറ്റി വെക്കുക. ഇനി അതേപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ല, ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ല പഠിച്ചത്, അവരാണ് ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നത്. അപ്പോഴും HR സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, വൈ യു ചൂസ് ദിസ് കോഴ്സ് ഓർ ഇൻഡസ്ട്രി എന്നുള്ള സംഭവം ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇതൊരു സ്ട്രക്ചറിങ് മാത്രമാണ്, നിങ്ങളതായിട്ടുള്ള ഭാഷയിലേക്ക് അത് മാറ്റണം. അപ്പോൾ ഞാനൊരു BA ഇംഗ്ലീഷ് പഠിച്ചൊരു വ്യക്തിയാണ്, അതല്ലെങ്കിൽ ഞാനൊരു BBA പഠിച്ചൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ പേര് ദീപക്, ഞാനിങ്ങനെ BBA കോഴ്സാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ പണ്ട് മുതലുള്ള ആഗ്രഹം പാസ്റ്റാണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു ലാർജ് സിസ്റ്റത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ വലിയൊരു സിസ്റ്റത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ കൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മളും ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലാവും, ഒരു പ്രോപ്പർ സ്ട്രക്ചറിങ് നമുക്ക് നമ്മളെ തുടക്കത്തിലേക്ക് കിട്ടും. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും വലിയ സിസ്റ്റങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ,
ഒരുപാട് സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും അതൊരു പ്രോപ്പർ സ്ട്രക്ചറിങ്ങിലൂടെ പോകുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മേഖല എന്ന് പറയുകയാണെങ്കിൽ എല്ലാ മേഖലയിലുണ്ട്. പക്ഷേ ഹെൽത്ത് കെയർ അതല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ ഇത് കൂടുതലുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്, എന്നാൽ അതൊക്കെ പ്രോപ്പർ സ്ട്രക്ചറിങ്ങിലൂടെയാണ് പോണത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും നല്ലൊരു കോഴ്സും എൻ്റെ ആ സ്കില്ല് സ്ട്രക്ചറിങ്, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ്, ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിന് ക്വാളിറ്റി കെയർ ഡെലിവറി ചെയ്യാൻ, ഒരു എൻഷുർ ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഹോസ്പിറ്റൽ ഓപ്പറേഷൻ സ്മൂത്ത് റണ്ണിങ്ങിലേക്ക് നമുക്ക് പറ്റും. പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് പോലത്തെ സ്കില്ലുകൾ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാനും പറ്റും. അങ്ങനെ നോക്കിയപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നതും എൻ്റെ ഭാവിയിൽ എൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ സ്കില്ലും മാനേജ്മെൻറ്റ് സ്കില്ലും ഡെവലപ്പ് ചെയ്തൊരു കരിയർ ഗ്രോത്ത് എടുക്കാൻ ഞാൻ ഈ ഒരു മേഖലയിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ ആ ഇൻ്റർവ്യൂവർക്ക് നമ്മളെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇൻ്റർവ്യൂവിൽ നമ്മൾ സിമ്പിളായിട്ട് പാസ്സാവാനും അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനും നമുക്ക് പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു സോ മച്ച്.